പടം നൈസ് പടമാണ്, വേറെ മൂഡ് പടമാണ് കേട്ടോ, നൈസ് പടമാണ്. പിന്നെ ഗണപതി, നസ്ലീൻ, പിന്നെ ആർട്ടിസ്റ്റ് എല്ലാവരും തകർക്കം പടം, വിഷുവിന് പറ്റിയ പടം, അന്യായ ഹിറ്റായി. വിഷു തൂത്തുവാരിയിരിക്കും. ഏറ്റവും പ്രസുഖ പോയി, എല്ലാ പടവും പോയിരിക്കണേ, അടിച്ച് താഴെ കളയും, അടിച്ച് താഴെ കളഞ്ഞിരിക്കും. നാസ്ലിം പൊക്കിയിരിക്കും. പക്ഷെ സെക്കൻഡ് പാർട്ട് വരും, സെക്കൻഡ് പാർട്ട് വന്നം, അത് വെയിറ്റിങ്ങിന് വേണ്ടിയാണ് സെക്കൻഡ് പാർട്ട് വന്നം. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കളമശ്ശേരി, ആലപ്പുഴ. ഞാനുണ്ടായി, ഞാൻ അതില് ജൂനിയർ ആർട്ടിസ്റ്റ് അടുക്ക പോയി, പിന്നെ അതില് ജൂനിയർ ആർട്ടിസ്റ്റ് പോയി കൈയടിക്കണ സീനൊക്കെ ഉണ്ടായതാ. പക്ഷെ ജിങ്കാന തൂത്തുവാരും, വിഷു തൂത്തുവാരിക്കും, കോടി മേടിച്ചിരിക്കും, ഉറപ്പായിട്ട് മേടിച്ചിരിക്കും. പിന്നെ പടം വേറെ മൂഡല്ലേ കേട്ടോ, പടം വേറെ മൂഡ്, ഫൈറ്റ് ഉണ്ട്, ഇടിയൊക്കെ ഉണ്ട്, വേറെ മൂഡ് പടമാണ് കേട്ടോ, നൈസ് പടമാണ്. അപ്പൊ ഈ പടം ഇറ്റാവട്ടെ, വിഷുവിന് തൂത്തു വരട്ടെ എന്നാണ്, തകർക്കട്ടെ എന്നാണ്. അപ്പൊ മച്ചനെ കാണോട്ടെ, ഏത് മൂട് മച്ചാനെ. അല്ലല്ല പ്രണവ് പാസിക പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ജിംഖാനയിൽ ചെറിയ വേഷം. പടം അടിപൊളിയാണ്, പടം മാക്സിമം എല്ലാവരും തിയേറ്ററിൽ കാണാം, നൈസായിട്ടുണ്ട്. നമുക്കൊരു സ്പോർട്സ് കോമഡി പടമാണ്, എല്ലാവർക്കും ആ ഒരു തിയേറ്ററിൽ നല്ല പവർ ആൻഡ് ആംബിയൻസ് കിട്ടുന്ന ഒരു വൈബാണ്. ശരിക്കും ന്യൂ ജനറേഷന് ഫൈറ്റിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. അതേപോലെ അതെ നമ്മള് ഫൈറ്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് പ്രൊഫഷണലി ബോക്സിംഗ് പഠിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാവരും പ്രൊഫഷണലി ബോക്സിംഗ് പഠിച്ച് നമുക്ക് നല്ലൊരു കോച്ച് ഉണ്ടായിരുന്നു, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ജോഫിൽ കോച്ചാണ് എല്ലാവരും കോച്ച് ചെയ്തത്. അതെ നമുക്ക് മൊത്തം ഇങ്ങനെ പോലെ ഒരു 3-4 മാസം മൊത്തം ഷൂട്ട് വന്നിട്ടുണ്ട്, ഇടുക്കി ഷെഡ്യൂളായിട്ടായിരുന്നു. അതിൽ ആലപ്പുഴ, എറണാകുളം എല്ലായിടത്തും വന്നിട്ടുണ്ട്. അല്ല നമുക്ക് അത് പടം കാണുമ്പോൾ അറിയാം, ആലപ്പുഴയും കൊച്ചിയും വരുന്നുണ്ട്, 2 ദിവസമായിട്ട്. നസ്ലിൻ ടീമും തൂത്തുവാരി പടം കാണൂ, പടം വാരി. എന്തായാലും പടം കാണണം, തിയേറ്ററിൽ കാണണം. ആ എനർജി ഉണ്ട്, തിയേറ്ററിൽ കാണുന്ന എനർജി ഉണ്ട്, എനർജി തന്നെ പിടിക്കണം. എങ്ങനെയുണ്ട് ആലപ്പുഴ ജിംഖാന? കൊള്ളാം, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. ലാഗായിട്ടൊന്നും തോന്നിയില്ല, 2 മണിക്കൂർ 20 മിനിറ്റും ഉണ്ട്. പക്ഷേ നമുക്ക് യൂത്തിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവും, ബോക്സിങ് ചെയ്യണമെന്നുള്ള ഒരു, ഇടിക്കണം, അത് പഠിക്കണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആവും. ഒരിക്കലും ഒരു ലാഗില്ല, നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റിങ് ഒരു ഫൈറ്റിംഗ് മൂവി എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല സിനിമ കാണാൻ. ബോക്സിംഗ് ആണുള്ളത്, ബട്ട് അതൊരു കംപ്ലീറ്റ് ഫൈറ്റ് മൂവി എന്ന് പറയാൻ പറ്റില്ല. ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്, കോമഡി മിക്സ്, ഇടയ്ക്ക് ചെറിയ ഫൈറ്റുകളുണ്ട്, ബോക്സിംഗ് ഉണ്ട്, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഒരു ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ, 1 ടൈം വാച്ചബിൾ, അത്രമാത്രം. ഫുള്ള് കോമഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വേ ആണ്. ബോക്സിംഗ് ആണ് മെയിനായിട്ട്, ബോക്സിംഗ് ആണ്. അതെ, ബോക്സിംഗ് ആണ് പ്രധാനപ്പെട്ടത്. എങ്ങനെ അതറിയില്ല, എല്ലാം നല്ല പടമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പറയാൻ പറ്റില്ല നമുക്ക്, പക്ഷെ എന്തായാലും നല്ല പടമാണ്, ആൾക്കാർക്ക് കണ്ടിരിക്കാം, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു. ഞാൻ ഹാപ്പി.